തൊഴിലുറപ്പ് തൊഴിലാളികളെ പറ്റിക്കാൻ വിദഗ്ധമായ ഒരു തട്ടിപ്പുമായിട്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിക്കൊണ്ട് VBG റാംജി പദ്ധതി ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഒരു നുണുക്ക് പണി ചെയ്തിട്ടുണ്ട്. പൊടുന്നനെ തൊഴിലാളികളെ ഒന്ന് കയ്യിലെടുക്കാനുള്ള ഒരു വിദഗ്ധ തന്ത്രം. അതിനെ മാധ്യമങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ ഏറ്റുപാടുന്നത് നിങ്ങളൊന്ന് കാണണം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കൂട്ടിയത്രേ, 360 നിന്ന് 409 ആക്കി. എത്ര? 360 നിന്ന് 409 ആക്കി. എത്ര? പച്ച മലയാളത്തിൽ പറഞ്ഞ 49 രൂപ കൂട്ടി. അതായത് 50 രൂപ അല്ലെങ്കിൽ 50 കുണുവ തികച്ച് കൂട്ടിക്കൊടുക്കാൻ തയ്യാറല്ല. ഈ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഇന്നിപ്പോ കേരളത്തിൽ 49 രൂപയ്ക്ക് എന്ത് കിട്ടും? അതിനെക്കുറിച്ച് പറയാതെ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് എടുക്കുന്ന നികുതി പണം ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവരുടെ അന്തസ്സിന് മാനിക്കേണ്ടത് ഒരു 100 രൂപ, അതായത് ഇന്ന് 409 രൂപ ഒരു ദിവസം ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന തുകയാണോ? അല്ലല്ലോ. രാവിലെ മുതൽ അൺസ്കിൽഡ് ജോലി എന്നുള്ള നിലയ്ക്ക് തോട്ടിലും റോഡിലും ഈ നാടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി അവർ അക്ഷീണം പ്രയത്നിക്കുന്നവരാണ്. അവർക്ക് കൊടുക്കുന്ന തുകയെക്കുറിച്ച് ഇന്നിപ്പോ അവർക്ക് കൂട്ടിക്കൊടുക്കാൻ പോകുന്ന 49 കുണുവെക്കുറിച്ച് മാധ്യമങ്ങൾ സംഭവബഹുലമായി ഒന്ന് അവതരിപ്പിക്കുന്നത് കേട്ടെ. ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. നമ്മൾ അല്പസമയം മുൻപാണ് VBG റാംജി പദ്ധതിയുടെ കാര്യം പറഞ്ഞത്. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കൂട്ടിക്കൊണ്ട് കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. 409 രൂപയായിട്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ, ഇനി അത് VBG റാംജി പദ്ധതിയാണ്, അതിലെ കൂലി കൂട്ടിയിരിക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നമ്മൾ ഇപ്പോൾ കൊടുത്തതേ ഉള്ളൂ, അപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, അല്പസമയം മുമ്പാണ് കേന്ദ്ര സർക്കാർ ഈ കൂലി കൂട്ടിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയത്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇന്നാണ് പുതിയ പദ്ധതി, അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള റാംജി പദ്ധതി നടപ്പാക്കുന്നത്. അല്പസമയം മുമ്പ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച പുതുക്കിയ കൂലി അല്ലെങ്കിൽ റിവൈസ്ഡ് വേജ് റേറ്റ് പുറത്തിറക്കിയിരിക്കുന്നു. ഓരോ മേഖലയിലുള്ളവർക്ക് 1000 രൂപ വരെയൊക്കെ മിനിമം കൂട്ടിക്കൊടുക്കുന്ന കാലഘട്ടത്തിൽ ജീവിത ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുമ്പോഴാണ് 49 രൂപയുടെ വിസ്മയം കൊണ്ടുവരുന്നത്. ആ പെട്രോളിനും ഡീസലിനും കൂട്ടുന്ന വില പോലെ അവർക്ക് കൂട്ടിക്കൊടുത്തിരുന്നെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. എന്തോരം കോടിക്കണക്കിന് രൂപയാണ് ഗ്യാസിലായിക്കോട്ടെ, പെട്രോളിലായിക്കോട്ടെ, ഡീസലിലായിക്കോട്ടെ ഈ നാട്ടിലെ ജനങ്ങളെ ദൈനംദിനം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പണമെടുത്ത് സ്വന്തം പോക്കറ്റിലിട്ട് ആഡംബര ജീവിതവും നയിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി വരെ ഇല്ലാതാക്കി നടക്കുന്നവർ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം അത് നശിപ്പിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയുടെ പേര് പോലും ആ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അത്തരം പേരുകളെല്ലാം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ വേണ്ടിയുള്ള ഒരു പുതിയ തന്ത്രവുമായിട്ട് വരികയാണ്. നിങ്ങൾ ഗ്യാസ് സബ്സിഡിയുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇതുപോലെ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി മുൻകാലത്ത് അല്ലെങ്കിൽ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ പാചകവാതകം വീട്ടിലെ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി വരുമായിരുന്നു. അതായത് ഗ്യാസിന് 800 രൂപ കൊടുത്ത് എടുക്കുകയാണെങ്കിൽ ഗ്യാസിന്റെ വില 600 രൂപയും പോയിട്ട് ബാക്കിയുള്ള സബ്സിഡി തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോ ഈ തൊഴിലുറപ്പ് പണിയുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഒരു 49 രൂപ കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് കൂട്ടിയേ എന്നുള്ള മനോഭാവത്തിൽ നിങ്ങൾ അതിലേക്ക് കയറുകയും ഏറ്റവും ഒടുവിൽ നിങ്ങൾ അറിയാതെ ഇത് നിങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു തന്ത്രമാണ്. ഇത് നടപ്പാക്കാൻ വേണ്ടി പൊടുന്നനെ തൊഴിലാളികൾക്കിടയിൽ അസംതൃപ്തി വരാതിരിക്കാൻ ഒരു ചെറിയ എല്ലിൻ കഷ്ണം ഇട്ടുകൊടുക്കുന്ന പോലെ കേവലം 49 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ, അതായത് 50 രൂപ പോലും തികച്ച് റൗണ്ട് ചെയ്ത് 409 രൂപയിൽ നിർത്തിയ വിശാല ഹൃദയം ഉണ്ടല്ലോ, അതാണ് നാട് തിരിച്ചറിയേണ്ടത്. ഒരു മനുഷ്യന് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ പദ്ധതിയിൽ എത്രത്തോളം സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ആ മനുഷ്യരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് 100 രൂപ തികച്ചു കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ഇതൊക്കെ ഒരു തട്ടിപ്പ് മാത്രമാണ്. ജനങ്ങളെ ചൂഴ്ന്നെടുക്കുന്ന പൈസ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കൈകളിൽ എത്തിക്കാതെ അവർക്ക് നക്കാപ്പിച്ച ഇട്ടുകൊടുത്ത് ബാക്കിയെല്ലാം ആഡംബര ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സംഘപരിവാറിന്റെ മറ്റൊരു തട്ടിപ്പാണ് ഈ വരുന്ന VBG റാംജി ബില്ലെന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും.